ഇനി മുംബൈയിലെ സ്കൂളിൽ ഏത്തമിടിച്ചതിൻ്റെ കഥയിലേക്ക്. ഒരു 12 വയസ്സുകാരി 100 തവണ ഏത്തമിടിച്ച് മരിച്ച ഒരു സംഭവം മുംബൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ കുട്ടിക്ക് വിളർച്ച ഉണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. ഈ കുട്ടി മരിച്ചു. ഇതിനുശേഷം രാസപരിശോധനാ ഫലത്തിനായി പോലീസ് കാത്തിരിക്കുകയാണ്. ക്ലാസ്സിൽ വൈകി എത്തിയതായിരുന്നു കാരണം. ഇതിന് കുട്ടിയെ കൊണ്ട് 100 തവണ ഏത്തമിടിച്ചു അധ്യാപിക. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കുട്ടിയുടെ മരണകാരണം യഥാർത്ഥത്തിൽ എന്താണ് എന്ന ചോദ്യത്തിനുള്ള ചില സൂചനകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കുട്ടിക്ക് വിളർച്ചയുണ്ടായിരുന്നു, അനീമിയ ഉണ്ടായിരുന്നു എന്നതാണ് കണ്ടെത്തൽ. അതായത് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് വളരെ കുറവാണ്. അതായത് ഓക്സിജന്റെ ലഭ്യത രക്തത്തിൽ വളരെ കുറവായിരുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ. റാബ്ഡോ മൈലോസിസ് എന്ന അവസ്ഥയ്ക്കൊക്കെ ഇത് കാരണമാകും. അതായത് മസിൽ ഫൈബറുകൾ അത് പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്കൊക്കെ ഇതുമൂലം സംഭവിക്കാം. വലിയ തോതിൽ അധ്വാനം ചെയ്താൽ, എക്സസൈസ് ചെയ്താൽ, ഇതുപോലെ 100 സിറ്റപ്പ് ഒന്നും ഈ കുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥയിലാണെങ്കിൽ, അനീമിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതൊന്നും ആ കുട്ടിക്ക് താങ്ങാൻ കഴിയില്ല എന്നത് വിദഗ്ധരൊക്കെ പറയുന്നുണ്ട്. റാബ്ഡോ മൈലോസിസ് പോലെയുള്ള അവസ്ഥയിലേക്ക് പോയാൽ കുട്ടിയുടെ മസിലിലെ ഫൈബറുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ, അത് കിഡ്നിയെ, വൃക്കകളെ അത് ബാധിക്കും. ഇലക്ട്രോലൈറ്റിന്റെ കുറവ് രക്തത്തിലുണ്ട്. അങ്ങനെ പലതരം മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിലേക്ക് വരാം, കാര്യങ്ങൾ എത്താം എന്നതാണ് വിദഗ്ധർ പറയുന്നത്. അത് തന്നെയാകാം ഈ കുട്ടിയുടെ കേസിലും സംഭവിച്ചിരിക്കാം എന്നതാണ് പ്രാഥമികമായുള്ള അനുമാനം. രാസപരിശോധന ഫലം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നാലേ അതിന്റെ ഒരു പൂർണ്ണ ചിത്രം വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഇതിനോടകം തന്നെ അനീമിയുള്ള കുട്ടിയാണെങ്കിൽ ഈ 12 വയസ്സുകാരി 100 തവണ സിറ്റപ്പ് എടുത്തെങ്കിൽ ഗുരുതരമായൊരവസ്ഥയിലേക്ക് കുട്ടി പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായിരിക്കാം ഈ 3-4 ദിവസം ആ കുട്ടി ഗുരുതരാവസ്ഥയിൽ കഴിയുകയും പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തിൽ ജീവൻ നിലനിർത്തുന്നൊക്കെ ഒരു അവസ്ഥയിലേക്കൊക്കെ കുട്ടിയെ ചെന്ന് എത്തിച്ചത്. സ്കൂളുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിവുണ്ടായിരുന്നു, കുട്ടിക്ക് അനീമിയ ഉണ്ട് എന്നുള്ള സംശയം രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു എന്നൊരു വാദം സ്കൂളുകാർ പറയുന്നുണ്ട്. പക്ഷേ കുറെ കുട്ടികളുടെ 10ലേറെ കുട്ടികൾ ഒരുമിച്ചാണ് ഈ സിറ്റപ്പ് നടത്തിയത്, വൈകി എത്തിയതിനുള്ള ശിക്ഷ നൽകിയത്. അതിൽ ഈ കുട്ടിക്ക് ഒരല്പം ഉയരം കുറവായതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽ വന്നില്ല. ഇങ്ങനെ ഒരു കുട്ടിയാണെന്നുള്ള ഒരു ധാരണ പെട്ടെന്ന് കിട്ടിയില്ല എന്നതൊക്കെയാണ് സ്കൂളിന്റെ ന്യായവാദം. ഏതായാലും അധ്യാപികയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മമിത യാദവ് എന്ന അധ്യാപിക സസ്പെൻഷനിലാണ്. രാസപരിശോധന ഫലം കൂടി കിട്ടിയാൽ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വ്യക്തത വരികയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.